ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ന്യൂ സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 2 ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ PSC പരീക്ഷകളെയും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സാണിത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലായാലും വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ഏത് ഭാഗത്ത് നിന്ന് PSC ചോദിച്ചാലും എഴുതാൻ വേണ്ട വിധത്തിൽ നിങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ 10ാം ക്ലാസ്സിലെ പഴയ സിലബസ് അനുസരിച്ച് രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നത്. 1789 ജൂൺ 20. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രവും യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നുമായിരുന്ന പാരീസ് മഴയിൽ കുതിർന്നിരിക്കുകയായിരുന്നു. എന്നാൽ പാരീസിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും ചൂടേറിയതായിരുന്നു. ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറലിൻ്റെ 3ാമത്തെ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പാർലമെൻറ്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ലെന്നവർ പ്രതിജ്ഞയെടുത്തു. ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും പിൽക്കാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച മുന്നേറ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച്, ഫ്രാൻസിലെ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നത് വരെ അവർ പിരിഞ്ഞു പോകില്ല എന്ന് ടെന്നീസ് കോർട്ടിൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. അപ്പോൾ നമ്മൾ ഫ്രാൻസിലെ രാഷ്ട്രീയ അവസ്ഥ വളരെ മോശമാണെന്ന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കെതിരായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നത്. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൺ രാജവംശമായിരുന്നു. അപ്പോൾ പതിറ്റാണ്ടുകളായി ആരാ ഫ്രാൻസ് ഭരിച്ചിരുന്നത്? ബൂർബൺ രാജവംശമാണ് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ഭരണത്തെ സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്തില്ല? ഇഷ്ടമായില്ല. അവരുടെ സ്വേച്ഛാധിപത്യ വ്യവസ്ഥയോട് ജനമുന്നേറ്റം ഉയർന്നു വന്നു. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. അപ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരികളെല്ലാം, ബൂർബൺ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം എങ്ങനെയായിരുന്നു? പൊതുവെ അവർ സ്വേച്ഛാധിപതികളായിരുന്നു. രാജാധികാരം ദൈവദത്തമാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ രാജാക്കന്മാരൊക്കെ വിശ്വസിച്ചിരുന്നത് എന്താണ്? രാജാധികാരം ദൈവദത്തമാണ്. എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ, അപ്പോൾ നമ്മുടെ ഫ്രാൻസിലെ പാർലമെൻറ്റിൻ്റെ പേരെന്താണ്? അതാണ് എസ്റ്റേറ്റ് ജനറൽ എന്നാണ് ഫ്രാൻസിലെ പാർലമെൻറ്റ്. അപ്പോൾ ഈ പാർലമെൻറ്റ് ദീർഘകാലമായിട്ട് വിളിച്ചു ചേർക്കാതെയാണ് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്.
1614 അവസാനമായി പാർലമെൻറ്റ് യോഗം ചേർന്നത്. അപ്പോൾ ഫ്രാൻസിലെ പാർലമെൻറ്റ് യോഗം അവസാനമായി ചേർന്നത് എന്നാണ്? 1614 അവസാനമായിട്ട് അവർ എന്ത് ചേർന്നത്? ഒരു പാർലമെൻറ്റ് വിളിച്ച് ചേർത്തത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, എസ്റ്റേറ്റ് ജനറൽ എന്നാണ് പാർലമെൻറ്റിൻ്റെ പേര്. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ആരാ? ബൂർബൺ രാജവംശമാണ്. ഇവരെന്താ വിശ്വസിച്ചിരുന്നത്? രാജാധികാരം ദൈവദത്തമാണ് എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെൻറ്റ് ദീർഘകാലമായിട്ട് വിളിച്ചു ചേർക്കലേ ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ഇത് വിളിച്ചു ചേർത്തതെന്ന 1614 ബൂർബൺ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ഞാനാണ് രാഷ്ട്രം അല്ലെങ്കിൽ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ച ലൂയി 14. അപ്പോൾ ഈ ബൂർബൺ രാജവംശക്കാരിൽ പ്രധാനപ്പെട്ട രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ലൂയി 14 പ്രധാന രാജാവ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാനാണ് രാഷ്ട്രം, ഐ ആം ദ സ്റ്റേറ്റ് എന്നാണ് ലൂയി 14 സ്വയം വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫ്രാൻസിലെ ആ ഒരു സ്വേച്ഛാധിപത്യ ഭരണക്രമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഡിവൈൻ റൈറ്റ് തിയറി. ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവദത്ത അധികാര സിദ്ധാന്തം. അതാണ് ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. ദൈവദത്ത അധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ എന്താ ഈ ഡിവൈൻ റൈറ്റ് തിയറി പറയുന്നതെന്ന് വെച്ചാൽ ദൈവദത്ത അധികാര സിദ്ധാന്തം, അതാണ് അതിൻ്റെ മലയാളം. അപ്പോൾ രാജാവ് ആരുടെ പ്രതിനിധിയാണ്? ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പോൾ ഇവർ വിശ്വസിച്ചു എന്താണ്? ദൈവം ചുമ്മാ അങ്ങ് കൊടുത്തതാണ്. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ രാജാവ് എന്ന് പറയുന്ന ഒരു അധികാരം, രാജാവിന് ഈ കണ്ടതെല്ലാം കൊടുത്തത് ആരാ? ദൈവമാണ്. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം തന്ന പദവിയല്ല. അപ്പോൾ അവരാരോടാണ് കടപ്പെട്ടത്? ദൈവത്തോടെയാണ് കടപ്പെട്ടത്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യത്തെ പിന്തുണയ്ക്കുന്നവരൊക്കെ എന്ത് ചെയ്തു? ദൈവത്തെ ഈ ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിച്ചു. അപ്പോൾ എന്താ ഡിവൈൻ റൈറ്റ് തിയറി അല്ലെങ്കിൽ ദൈവദത്ത അധികാര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ദൈവദത്ത സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ആരുടെ പ്രതിനിധിയാണ്? രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അധികാരം നൽകിയത് ആരാണ്? രാജാവിൽ നിന്നാണ് ഈ അധികാരം ലഭിച്ചത്. അതുകൊണ്ട് അവർക്ക് ആരോടാണ് കടപ്പാട്? ദൈവത്തോടാണ് കടപ്പാട്, മറിച്ച് ആരോടല്ല? ജനങ്ങളോടല്ല എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇനി 1789 യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഭൂഖണ്ഡം എങ്ങനെയായിരുന്നു? ഇവിടെ തന്നിട്ടുണ്ട്. യൂറോപ്പ് 1789 ഈ കാണുന്നതായിരുന്നു നമ്മുടെ യൂറോപ്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂറോപ്പിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ, അതുപോലെ ഗ്രേറ്റ് ബ്രിട്ടൻ, അയർലൻഡ്, നെതർലൻഡ്, പ്രഷ്യ, പോളണ്ട്, ജർമ്മൻ സ്റ്റേറ്റ്സ്, ഓസ്ട്രിയ, ഹംഗറി, വെനീസ്, ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗൽ, കോഴ്സിക്ക, സാർഡീനിയ, നേപ്പിൾസ്, സിസിലി, ബാൾക്കൺസ്, ഗ്രീസ്, ഓട്ടോമൻ സാമ്രാജ്യം, ഏഷ്യ മൈനർ, അതിൻ്റെ സൈഡിലായിട്ട് ആരുണ്ട്? റഷ്യൻ സാമ്രാജ്യം. ഇതൊക്കെ ചേരുന്ന ഒരു വലിയ ഭൂഖണ്ഡമായിരുന്നു ഏത്? നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. 1789 അപ്പോൾ ഈ രാജ്യങ്ങളും ഈ പറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ നമ്മൾ താഴോട്ട് ഈ ഒരു ഫ്രാൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ ഫ്രാൻസിൻ്റെ സ്ഥാനം കണ്ടെത്തി ഫ്രാൻസിൻ്റെ അയൽ രാജ്യങ്ങളെ കണ്ടെത്താൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാൻസിൻ്റെ സ്ഥാനം ഏതാണ്? ഈ ഭൂഖണ്ഡം എടുത്താൽ ഫ്രാൻസ്, ഇതാണ് ഫ്രാൻസ്. ഇനി ഫ്രാൻസിൻ്റെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് വെനീസ് ഉണ്ട്, ഓസ്ട്രിയ ഹംഗറി ഉണ്ട്, ജർമ്മൻ സ്റ്റേറ്റ് ഉണ്ട്, നെതർലാൻഡ് ഉണ്ട്, ഇനി സ്പെയിന്, പോർച്ചുഗൽ, കോഴ്സിക്ക, സാർഡീനിയ, നേപ്പിൾസ്, ഇതൊക്കെയാണ് ചുറ്റുഭാഗത്തായിട്ട് കിടക്കുന്നത്. അതുപോലെ അയർലൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ഇതൊക്കെ ഫ്രാൻസിൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇത്രയും.
ഇനി നമ്മൾ പറയുന്നത് ലൂയി 14 തുടർന്ന് നമ്മൾ പറഞ്ഞു ലൂയി 14 എന്താ സ്വയം വിശേഷിപ്പിച്ചത്? ഞാനാണ് രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ലൂയി 14. ഈ ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി 15 കാലത്തെ അഴിമതിയും ധൂർത്തും അദ്ദേഹം തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാഴ്ത്തി. തൻ്റെ ധൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. ലൂയി 16 പിന്നീട് അധികാരത്തിലെത്തിയത്. അപ്പോൾ ലൂയി 15 ശേഷം അല്ലെങ്കിൽ ലൂയി 14 തുടർന്ന് ലൂയി 15 അധികാരത്തിൽ വന്നു. പക്ഷേ ഈ ലൂയി 15 കാര്യം നമ്മളിവിടെ പറയുന്നില്ല. ഇവിടെ ലൂയി 14 തുടർന്ന് എന്താണ് കഴിവുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ അടുത്ത ആരാ? ലൂയി 16 അധികാരത്തിലെത്തിയത്. എന്നാൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്താണ്, ഭരണത്തോടൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണെന്ന് വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? രാജ്യത്തെ ഭരണമൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ സുഖവാസം അങ്ങ് അനുഭവിച്ചു. രാജ്ഞിയായിരുന്ന മാരി അന്റോയിനറ്റ്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്നി ആരായിരുന്നു? മാരി അന്റോയിനറ്റ് ആയിരുന്നു. ഈ മാരി അന്റോയിനറ്റ് എന്ത് ചെയ്തു? ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടു. അപ്പോൾ രാജാവിന് ഇടപെടാൻ സമയമൊന്നുമില്ല, രാജാവ് ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായ മാരി അന്റോയിനറ്റാണ് എന്ത് ചെയ്തത്? ഭരണത്തിൽ തുടർച്ചയായിട്ട് അങ്ങോട്ട് ഇടപെട്ടു. രാജ്ഞിയുടെ ധാരാളിത്തവും ധൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോൾ രാജ്ഞി എന്ത് ചെയ്തു? ഭയങ്കര ധൂർത്താളിയായിട്ട് ധാരാളിത്തമായി ചിലവഴിച്ച് ഇങ്ങനെ ജീവിച്ചു. പക്ഷേ രാജാവ് ഇത് കണ്ടിട്ട് മൈൻഡൊന്നും ചെയ്തില്ല. ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അവർ നികുതി അടയ്ക്കുന്നു, അവരുടെ ജീവിതമല്ലേ തകരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു എന്താണ്? ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി 15 എന്ത് ചെയ്തു? അഴിമതിയും ധൂർത്തും തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ എന്ത് ചെയ്തു? തുടർച്ചയായിട്ട് ദുരിതത്തിലാഴ്ത്തി. അപ്പോൾ ഈ ലൂയി 15 അഴിമതിക്കാരനായിരുന്നു, ധൂർത്താളിയായിരുന്നു. ഇയാളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണ്? യുദ്ധം ചെയ്യുക, തുടർച്ചയായിട്ട് യുദ്ധം നടത്തി. ഇതൊക്കെ ആരെയാണ് ബാധിച്ചത്? സാധാരണ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. തൻ്റെ ധൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതി അടിച്ചേൽപ്പിച്ചു. അപ്പം ജനങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങളുടെ പണം മേടിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ധൂർത്തടിക്കുന്നു, ജനങ്ങളുടെ പണം വെച്ചിട്ട് യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. ഇനി ലൂയി 15 ശേഷം അധികാരത്തിൽ വന്നത്? ലൂയി 16 അധികാരത്തിൽ വന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ്? ഭരണകാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? മാരി അന്റോയിനറ്റ്. ഇവർ ഭരണത്തിലൊക്കെ ഇടപെട്ടു. പക്ഷേ ഇവർ ധാരാളിത്തവും ഇവരുടെ ധൂർത്തുമൊക്കെ എന്ത് ചെയ്തു? നടത്തി. പക്ഷേ ഇതാര് കണ്ടില്ലെന്ന് നടിച്ചു? രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ ഈ ഭരണം ആരിൽ അസംതൃപ്തി ഉളവാക്കി? ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി. ഇനി നമ്മൾ ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് ഇവിടെ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടാക്കിയല്ലേ? അതിൽ ആരൊക്കെയുണ്ട്? പ്രഭുക്കന്മാരുണ്ട്, പിന്നെയോ പുരോഹിതരുണ്ട്, സാധാരണക്കാരുണ്ട്. ഇപ്പോൾ പ്രഭുക്കന്മാരെന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യുന്നു. പുരോഹിതരോ? അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഇങ്ങനെ 3 സാമൂഹിക വ്യവസ്ഥിതിയാണ് എവിടെ ഉണ്ടായിരുന്നത്? ഫ്രാൻസിലുണ്ടായിരുന്നത്. ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത്. അപ്പോൾ ഈ പറഞ്ഞ കൊട്ടേഷൻ വേറൊന്നുമല്ല, സാധാരണക്കാർ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു ചൊല്ല്, അവസാനം ഒരു പാട്ട് പോലെയൊക്കെ ഇവർ പാടിക്കൊണ്ട് നടന്നതാണ് ഈ പറയുന്ന പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഇങ്ങനെ പുരോഹിതർ 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി അല്ലെങ്കിൽ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. പുരോഹിതർ 1-ാം എസ്റ്റേറ്റിലും പ്രഭുക്കൾ 2-ാം എസ്റ്റേറ്റിലും സാധാരണക്കാർ 3-ാം എസ്റ്റേറ്റിലുമാണ് ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ 1-ാമത്തെ എസ്റ്റേറ്റിൽ ആരാ വന്നത്? 1-ാമത്തെ എസ്റ്റേറ്റിലുള്ളത് പുരോഹിതന്മാർ. 2-ാമത്തെ എസ്റ്റേറ്റിൽ ആരാ? 2-ാമത്തെ എസ്റ്റേറ്റുകാരാണ് പ്രഭുക്കൾ.
മൂന്നാം എസ്റ്റേറ്റുകാർ ആരാണ്? സാധാരണക്കാർ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രഞ്ച് സമൂഹം എന്ന് പറയുന്നത്. ഇനി പുരോഹിതരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാം എസ്റ്റേറ്റ് അഥവാ പുരോഹിതർ വളരെ പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതാണ്? ക്രിസ്തീയ സഭയാണ് ഉള്ളത്. അപ്പോൾ ഭൂസ്വത്തിൻ്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. അപ്പോൾ ഭൂമിയുടെ വലിയൊരു ഭാഗവും ആർക്കായിരുന്നു? ഈ കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. പുരോഹിതരെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഇവർക്ക് യാതൊരു നികുതിയും കൊടുക്കണ്ട, കിട്ടുന്നതൊക്കെ ഇവരുടെ കീശയിൽ വെച്ചുകൊണ്ട് നടന്നാൽ മതി. അപ്പോൾ അത്രയും ഇഷ്ടം പോലെ ഭൂസ്വത്ത് ഇതൊക്കെ ആരുടെ കയ്യിലുണ്ടായിരുന്നു? പുരോഹിതന്മാർക്കുണ്ടായിരുന്നു. അപ്പം നികുതിയൊന്നും കൊടുക്കണ്ട. അങ്ങനെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? സമ്പന്നവും പ്രബലവും ആയ ഒരു ശക്തിയായിട്ട് വളർന്നു വന്നു. മാത്രമല്ല അവർ സാധാരണ കർഷകരിൽ നിന്നും ടൈത്ത് എന്ന നികുതി പിരിച്ചിരുന്നു. അപ്പോൾ പുരോഹിതന്മാർ സാധാരണ കർഷകരിൽ നിന്നും പിടിച്ചെടുത്ത നികുതിക്ക് പറയുന്ന പേരാണ് ടൈത് എന്ന് പറയുന്ന നികുതിയാണ് സാധാരണക്കാരിൽ നിന്ന് ആരാ പിരിച്ചെടുത്തത്? പുരോഹിതർ. വിളവിൻ്റെ 10% നികുതിയായി നൽകേണ്ടിയിരുന്നു. അപ്പോൾ സാധാരണക്കാരിങ്ങനെ കൃഷിയൊക്കെ ചെയ്തു, പക്ഷെ അവരെങ്ങനെ നികുതി കൊടുക്കണം? തങ്ങൾക്ക് കിട്ടുന്ന വിളവിൻ്റെ 1/10 അവരെന്ത് ചെയ്യണം? നികുതിയായിട്ട് നൽകേണ്ടിയിരുന്നു. ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് വിരോധം തോന്നാനിടയാക്കി. കാരണം വെറുതെ ഇരുന്ന് തിന്നുകയാണ് ആരായി? പുരോഹിതന്മാർ. 1/10 ആര് കൊടുക്കണം? കർഷകർ പുരോഹിതന്മാർക്ക് കൊടുക്കണം. അപ്പം ഇത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുമോ? അപ്പം അവർക്ക് എന്ത് ചെയ്തു? കർഷകർക്ക് പുരോഹിതരോട് വെറുപ്പ് തോന്നാൻ ഇത് കാരണമാക്കി. ഇനി രണ്ടാം എസ്റ്റേറ്റ് അഥവാ പ്രഭുക്കൾ. രണ്ടാം എസ്റ്റേറ്റ് ആരാണ്? പ്രഭുക്കന്മാരാണ്. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കളായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങൾ അതുപോലെ സൈന്യത്തിലെ ഉയർന്ന പദവികൾ ഒക്കെ കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. ഇവർ ഭൂവുടമകൾ കൂടിയായിരുന്നു. അപ്പോൾ ഇവരും എന്താണ്? പുരോഹിതന്മാരെ പോലെ ഭൂവുടമകൾ കൂടിയാണ് ആരാ? ഈ പ്രഭുക്കന്മാരും. ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രഭുക്കൾ ജനങ്ങളിൽ നിന്ന് വിവിധ നികുതികൾ പിരിച്ചെടുത്തിരുന്നു. അപ്പോൾ പുരോഹിതന്മാർ ഒരു നികുതിയാണ് പിടിച്ചെടുത്തത്. ആ നികുതിയുടെ പേരെന്താണ്? ടൈത്ത് എന്നാണ് പുരോഹിതർ പിരിച്ചെടുത്ത നികുതിക്ക് പറയുന്നത്. ഇനി പ്രഭുക്കന്മാർ വിവിധ ഇനത്തിലുള്ള നികുതികൾ ഈ സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു. 1749 നിയമമനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ 1/20 സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. അപ്പോൾ രണ്ടാം എസ്റ്റേറ്റ് പറയുന്നത് എന്താണ്? 1749 ഒരു നിയമം ഫ്രാൻസിൽ വന്നു. 1749 ഒരു നിയമം അനുസരിച്ച് എന്താണ്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ 1/20. അപ്പോൾ 1/20 എന്താണ്? അവർ എന്ത് ചെയ്യണം? സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. ഈ നികുതിക്ക് പറയുന്ന പേരാണ് വോങ്തിയം എന്നാണ് ഈ ഒരു നികുതിക്ക് പറയുന്ന പേര്. വോങ്തിയം. അപ്പം വോങ്തിയം. അപ്പോൾ പ്രഭുക്കന്മാർക്ക് രണ്ടാം എസ്റ്റേറ്റുകാർക്ക് സാധാരണക്കാർ നൽകിയിരുന്ന നികുതിയുടെ പേരെന്താണ്? വോങ്തിയം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കുക. വോങ്തിയം എന്നാണ് നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഒരു നികുതിയുടെ പേര്. ആദ്യത്തെ 2 വിഭാഗങ്ങളും പുരോഹിതരും പ്രഭുക്കളും രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം എന്ത് ചെയ്തു? ഈ നികുതിയിൽ നിന്നും ഒഴിവായിരുന്നു. അപ്പോൾ 1ഉം 2ഉം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. ഈ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? വളരെ തുച്ഛമായ നികുതികൾ മാത്രമേ ഈ 1749 നിയമം അനുസരിച്ച് രാജാവിന് നൽകിയുള്ളൂ, അല്ലെങ്കിൽ സർക്കാരിലേക്ക് നൽകിയുള്ളൂ. അപ്പോൾ സർക്കാരിലേക്ക് രാജാക്കന്മാരായ പുരോഹിതരും പ്രഭുക്കരും സാധാരണക്കാരും നൽകിയിരുന്ന ആ ഒരു വരുമാനത്തിന് പറയുന്ന പേരാണ് വോങ്തിയം എന്ന്. വോങ്തിയം. അപ്പോൾ ഇത് എന്താണ്? പുരോഹിതരും പ്രഭുക്കരും തുച്ഛമായി നൽകിയിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആരുടെ മണ്ടയിൽ കൊടുത്തു? സാധാരണക്കാരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ചു. തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ചയെ എതിർക്കുന്നതിന് പുരോഹിതരും പ്രഭുക്കളും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല.
അപ്പോൾ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്ത് ചെയ്തു? തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ചയെ അവർക്ക് എന്ത് ചെയ്യാം? അവരെ അടിച്ചമർത്തും. അപ്പോൾ അതിനവരൊരിക്കലും എന്ത് ചെയ്തില്ല? മടി കാണിച്ചിരുന്നില്ല. പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികളെക്കുറിച്ചാണ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാർ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നത്? കോവി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് കോവി. ഇനി രണ്ടാമത്തത് എന്താണ്? ബെനാലിറ്റി. ബെനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബെനാലിറ്റി എന്ന് പറഞ്ഞാൽ വീഞ്ഞ് നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിലുൾപ്പെടുന്നു. അപ്പോൾ അതാണ് ബെനാലിറ്റി എന്ന് പറയുന്ന അടുത്തൊരു നികുതി. അപ്പോൾ ബെനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വീഞ്ഞ് നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതി. അപ്പോൾ വീഞ്ഞ് നിർമ്മിക്കുമ്പം എന്താണ്? അതിനുള്ള കുത്തകയൊക്കെ ആരാ? ഒന്നുകിൽ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഓർഡറൊക്കെ മേടിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അധിക നികുതിയുണ്ട്. ഈ അധിക നികുതിയും അതുപോലെ മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിലുൾപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിനാണ് നമ്മൾ ബെനാലിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു നികുതിയാണ് എന്താ? ബൻവിൻ. എന്താണ് ബൻവിൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണ് ബൻവിൻ. അപ്പം ഈ പ്രഭുക്കന്മാരുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞ്, അതിന് മേലുള്ള കുത്തക നികുതിക്ക് പറയുന്ന പേരാണ് ബൻവിൻ. ഇനി അടുത്ത് പിയേഷ് അല്ല കേട്ടോ, പിയേഷാണ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. അപ്പോൾ പാലങ്ങൾ, റോഡുകൾ, ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ റോഡിലൂടെ വണ്ടി പോകണമെങ്കിൽ റോഡ് ടാക്സ് കൊടുക്കണമല്ലേ. അപ്പോൾ അന്നും ഇതുപോലെ പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം ഉണ്ടായിരുന്നു. അതിന് പറയുന്ന പേരാണ് പിയേഴ്സ് അല്ല, പിയേഷ്. അടുത്ത മറ്റൊരു നികുതിയാണ് ടെറാഷ്. എന്താ ടെറാഷ് എന്ന് പറഞ്ഞാൽ? വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരമാണ് ടെറാഷ് എന്ന് പറയുന്നത്. അപ്പോൾ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക കരം, അതാണ് എന്ത്? നമ്മുടെ ടെറാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്തിരിക്കുന്നത് CDM കെറ്റിൽ ബൈ എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ടൈംസ് ഫ്രം 1789 എന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? അപ്പോൾ പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നാമത്തത് കോവി, രണ്ടാമത്തത് ബെനാലിറ്റി, മൂന്നാമത്തത് ബൻവിൻ, പിന്നീട് എന്താണ്? പിയേഷ്, ടെറാഷ്. അപ്പോൾ ഈ രീതിയിലൂടെയാണ് ജനങ്ങൾ എന്ത് ചെയ്തത്? പ്രഭുക്കന്മാരാൽ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് സാധാരണക്കാർ അല്ലെങ്കിൽ മൂന്നാം എസ്റ്റേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ സാധാരണക്കാർ അടങ്ങിയതാണ് മൂന്നാം എസ്റ്റേറ്റ്. ഉന്നത വിഭാഗക്കാർ അനുഭവിച്ച പ്രത്യേക ആനുകൂല്യങ്ങളാൽ ചതച്ചരയ്ക്കപ്പെട്ട സാധാരണക്കാർ. ഇവിടെ നോക്കിയേ, ഫ്രാൻസിലെ സാധാരണക്കാരുടെ ജീവിതം ഇതേപോലെയായിരുന്നു. എന്താണ്? അവർ വളരെയേറെ കഷ്ടപ്പെട്ടാണ് സാധാരണക്കാർ ജീവിതം മുന്നോട്ട് നയിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം പറയുന്നത് എന്താണ്? 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ച ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണിതാ ഇതേപോലെ കിടന്ന് രാജാവിൻ്റെയും രാജ്ഞിയുടെയും കാല് പിടിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ്. അപ്പോൾ ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ്, അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മധ്യവർഗമുണ്ടായിരുന്നു, തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയവരടങ്ങുന്നതാണ് ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഇവർ കോമൺസ് അല്ലെങ്കിൽ സാധാരണക്കാർ എന്നറിയപ്പെട്ടു. അപ്പോൾ സാധാരണ മൂന്നാം എസ്റ്റേറ്റുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോമൺസ്. ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മധ്യവർഗം, തൊഴിലാളികൾ, കർഷകർ എന്നിവരാണ് ഉൾപ്പെട്ടിരുന്നത്.
ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെട്ടിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ഭാഗവും ആരാ? സാധാരണക്കാരാണല്ലേ. അപ്പോൾ ഇവരുടെ ജീവിതം എങ്ങനെയാണ്? ഇവർ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവരിൽ കൂടുതൽ ആളുകളും എങ്ങനെയാണ്? ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നു. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ ഒരു അംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. അപ്പോൾ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ ഒരു ഭാഗം മാത്രമേ ആർക്ക് ലഭിച്ചുള്ളൂ? കർഷകന് ലഭിച്ചിരുന്നുള്ളൂ. ഇവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. അപ്പോൾ കർഷകർ എന്ത് ചെയ്യണം? രാജാവിന് നൽകണം, പള്ളിക്ക് നൽകണം, പ്രഭുവിന് വ്യത്യസ്തങ്ങളായ നികുതികൾ നൽകണം. നമ്മൾ പറഞ്ഞല്ലോ, രാജാവിനും അതുപോലെ തന്നെ സർക്കാരിന് 20-1 ഭാഗം നികുതിയായി നൽകണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പുരോഹിതർക്ക് ടൈത് എന്ന് പറയുന്ന ഒരു നികുതി പുരോഹിതന്മാർക്ക് കൊടുക്കണം. ഓങ് തിയം എന്ന് പറയുന്ന ഒരു നികുതി ആർക്കും കൊടുക്കണം? നമ്മുടെ പ്രഭുക്കന്മാർക്കും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഈ ഒരു സാധാരണക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനോടൊപ്പം പ്രതിഫലമില്ലാത്ത അനേകം നിർബന്ധിത സേവനങ്ങളും ഇവർ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് നിർബന്ധിത സേവനം ചെയ്യാനായിട്ട് 4-5 ദിവസം ഈ പ്രഭുവിൻ്റെ അല്ലെങ്കിൽ പുരോഹിതരുടെ പുരയിടത്തിൽ പോയി ഇവരെന്ത് ചെയ്യണം? ജോലി ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ ജോലി എന്ത് പറയുന്നു ആ ജോലി അവർ ചെയ്തു കൊടുക്കണം. പ്രതിഫലമില്ലാത്ത സേവനം, നിർബന്ധിത സേവനം. ഇനി അവയിൽ ചിലത് എന്തൊക്കെയാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക. അപ്പോൾ ഒരു സാധാരണക്കാരൻ, പ്രഭുവാണ് സൈനിക സേവനം നടത്തുന്നത് അല്ലേ? പ്രഭുവിൻ്റെ ജോലിയിൽ വരുന്നതാണ് സൈനിക സേവനം. അപ്പോൾ ചിലപ്പോൾ ആവശ്യമെന്ന് കണ്ടാൽ ഈ സാധാരണക്കാർ എന്ത് ചെയ്യണം? ചില സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തണം. പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകണം. അപ്പോൾ പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്കാർ, ഈ സാധാരണക്കാർ സൗജന്യ സേവനം നൽകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധാരണക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് മധ്യവർഗത്തിൻ്റെ ഉദയം, മധ്യവർഗത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ഒരു ഫ്രാൻസിലെ മധ്യവർഗം ഉയർന്നു വന്നത്? 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. അപ്പോൾ 18-ാം നൂറ്റാണ്ടായപ്പോൾ ഈ ഫ്രഞ്ച് സമൂഹത്തിൽ എന്ത് ചെയ്തു? ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിൻ്റെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമായി. അപ്പോൾ ഫ്രാൻസിൽ എന്താണ്? ഫ്രാൻസിൻ്റെ കാർഷിക വ്യവസായ രംഗത്ത് ഒരുപാട് പുരോഗതിയൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? അവിടെ മധ്യവർഗക്കാർ ഉദയം ചെയ്യുന്നതിന് കാരണമായി. കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ചയുടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ച എങ്ങനെയാണ് പുതിയ നഗരങ്ങൾക്ക് ഉയർന്നു വരാൻ കാരണമായത്? ഇപ്പോൾ കാർഷിക വ്യാവസായിക പരമായിട്ട് ഉണ്ടാകുന്ന വസ്തുക്കളൊക്കെ വിറ്റഴിക്കാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? മധ്യവർത്തികൾ ഉയർന്നു വരുന്നത്. നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. അപ്പം നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ എന്ത് ചെയ്തു? സാമ്പത്തിക പുരോഗതി കൈവരിച്ചു. അപ്പോൾ തൊഴിലൊക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് കൂടുതൽ, മധ്യവർത്തികൾക്ക് കൂടുതൽ സമ്പത്ത് വന്നു. അതോടുകൂടി അവരെന്ത് ചെയ്തു? മധ്യവർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ആഭ്യന്തര വാണിജ്യവും കോളനികളുമായുള്ള കച്ചവടവും ഫ്രാൻസിലെ വ്യവസായികളെ സമ്പന്നരാക്കി. ഇനി ഫ്രാൻസിലെ വ്യവസായികളെ സമ്പന്നരാക്കിയ മറ്റ് ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ആഭ്യന്തര വാണിജ്യവും അതുപോലെ കോളനികളുമായുള്ള കച്ചവടവും ഫ്രാൻസിലെ വ്യവസായികൾ എന്ത് ചെയ്തു? സമ്പന്നരാക്കി. പ്രധാന തുറമുഖങ്ങളും പട്ടണവും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഈ മധ്യവർത്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും എന്ന് പറയുന്നത്. ഇവരും മധ്യവർഗത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇവരും എന്ത് ചെയ്തു? മധ്യവർഗത്തിൻ്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഈ മധ്യവർഗത്തിലുള്ളതാണ് ആരൊക്കെയാ? ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവർ, അധ്യാപകർ. ഇതൊക്കെ ഏതിൽ വരുന്നതാ? മധ്യവർഗത്തികളിൽ വരുന്നതാണ്. ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. അപ്പോൾ ഇവരും എന്ത് നൽകണം? നമ്മുടെ ഭരണകർത്താക്കളെ പോലെ എന്ത് ചെയ്യണം?
ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും എന്ത് നൽകണം? നികുതി നൽകണം. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുൻപന്തിയിലെത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഡോക്ടർമാർ, ലോയർമാർ, ഇവരൊക്കെ എന്താണ്, വിദ്യാഭ്യാസപരമായിട്ട് മുന്നിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഇവർക്ക് എന്താണ്, ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ കടുത്ത അസംതൃപ്തിയോടെയാണ് മധ്യവർഗം കഴിഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാൻസിലെ മധ്യവർഗത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താണ്, അസംതൃപ്തിയോടെയാണ് നമ്മുടെ ഫ്രാൻസിലെ മധ്യവർഗക്കാർ കഴിഞ്ഞിരുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗാബൽ. എന്താണ് ഗാബൽ? 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയാണ് ഗാബൽ. അപ്പോൾ 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തപ്പെട്ടിരുന്ന നികുതിക്ക് പറയുന്ന പേരാണ് ഗാബൽ എന്ന് പറയുന്നത്. ഇത് 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി. അപ്പോൾ 15-ാം നൂറ്റാണ്ട് ആയപ്പോൾ എന്ത് ചെയ്തു, മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഉപ്പിന് മാത്രം ഗാബൽ എന്ന് പറയുന്ന ഈ ഒരു നികുതി നൽകിയാൽ മതി എന്നായി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗാബൽ. അപ്പം ജനങ്ങൾക്ക് ഇതെന്താണ്, ഒട്ടും യോജിപ്പില്ലായിരുന്നു. അങ്ങനെ ജനവിരുദ്ധമായ നികുതിയാണ് ഏത്? ഗാബൽ. വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറൻറ്റ്. അപ്പം എന്താണ്, ആരാണ് വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറൻറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രശസ്ത ചരിത്രകാരരായ വിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റും ഫ്രഞ്ച് വിപ്ലവത്തിൽ മധ്യവർഗത്തിൻ്റെ പങ്കിനെപ്പറ്റി ഇങ്ങനെ പ്രസ്താവിക്കുന്നു. അപ്പോൾ ചരിത്രകാരന്മാരാണ് ആരൊക്കെയാ? വിൽ ഡ്യൂറൻറ്റും അതുപോലെ ഏരിയൽ ഡ്യൂറൻറ്റും. അപ്പോൾ ഇവർ മധ്യവർഗത്തിൻ്റെ പങ്കിനെക്കുറിച്ച്, ഫ്രഞ്ച് വിപ്ലവത്തിലെ മധ്യവർഗത്തിൻ്റെ പങ്കിനെപ്പറ്റി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ, അതായത് ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ മധ്യവർഗം, ഈ ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. എന്താണ്, നമ്മൾ വിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റും പറഞ്ഞ വാക്കുകളാണിത്. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് ഈ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എന്ത് ചെയ്തു, ആ ഒരു പുരോഹിത വർഗത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കാനായിട്ട് അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ബൂർഷ്വാസിയുടെ അങ്ങനെ നിർവീര്യമാക്കിയ ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത എന്ന് പറഞ്ഞത് ആരൊക്കെയാ? വിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റുമാണ്. അപ്പോൾ ഇത് വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറൻറ്റ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ വോളിയം 10 അതിൽ റൂസോ ആൻഡ് റവല്യൂഷൻ, സൈമൺ ആൻഡ് ഷെസ്ലർ, ന്യൂയോർക്ക് 1967 എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലാണ് ഇവരിത് പറഞ്ഞത്. അതായത് ഇതിൻ്റെ സ്വതന്ത്ര പരിഭാഷയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമ്മൾ പറയുന്നത് 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി നൽകിയിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ പഠിച്ചു. എന്താണ്ട് ഫ്രഞ്ച് സമൂഹത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, 3 എസ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ആരാണ് ഇരിക്കുന്നത്? ഫ്രഞ്ച് സമൂഹത്തിൽ ഏറ്റവും ഉയർന്നത് രാജാവാണ്. ഇനി രാജാവ് പറഞ്ഞ എന്താണ്? രാജകീയ അധികാരം എന്ന് പറയുന്നത് ദൈവദത്താവകാശത്തിലാണ് രാജാവ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാജാവിന് ആരോട് മാത്രമേ കൂറുണ്ടായിരുന്നുള്ളൂ? ദൈവത്തോട് മാത്രമായിരുന്നു കടപ്പാട്. മറിച്ച് ആരോടല്ല, ദൈവത്തോട് മാത്രമാണ്. ജനങ്ങളോട് രാജാവിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തേത് ആരാ? 1-ാം എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പുരോഹിതരാണ് അടുത്ത തട്ടിലുള്ളത്. പുരോഹിതർ, 1-ാം എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പുരോഹിതർ. അപ്പോൾ പുരോഹിതരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1-ാം എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പുരോഹിതരാണ്. പുരോഹിതർ എന്ത് ചെയ്തിരുന്നു? അതായത് രാജാവിന് നികുതി അടയ്ക്കേണ്ടതില്ല, ഒരുപാട് സ്വത്തും സമ്പന്ന വിഭാഗം
പ്രബല വിഭാഗമായിരുന്നു ആര്? പുരോഹിതരെന്ന് പറയുന്നത്. ഇവർ 10%, അതായത് നമ്മുടെ സാധാരണക്കാരിൽ നിന്നും 10% നികുതി വെച്ച് പിരിച്ചെടുത്തിരുന്നു. ആ ഒരു നികുതിക്ക് നമ്മൾ പറഞ്ഞ പേരൊക്കെ നമ്മൾ പഠിച്ചു. ടൈത്ത് എന്ന് പറയുന്ന നികുതിയാണ് അവർ പിരിച്ചെടുത്തത്. ഇനി രണ്ടാമത് വരുന്നത് ആരാ? പ്രഭുക്കളാണ്. രണ്ടാമത്തെ വിഭാഗമാണ്, രണ്ടാം എസ്റ്റേറ്റാണ് പ്രഭുക്കൾ എന്ന് പറയുന്നത്. ഇവർ എന്താണ്? അതെ, സേനാ വിഭാഗം അല്ലെങ്കിൽ യുദ്ധം ചെയ്തിരുന്നതും അതുപോലെ സൈന്യത്തെ നയിച്ചിരുന്നതും ഒക്കെ ആരായിരുന്നു? ഈ പ്രഭുക്കന്മാരായിരുന്നു. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എന്ത് കൊടുത്തിരുന്നില്ല? നികുതി സർക്കാരിലേക്ക് കൊടുത്തിരുന്നില്ല. പക്ഷെ സർക്കാരിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20% നികുതി കൊടുക്കണം. പക്ഷെ അത് ഇവർ എന്ത് ചെയ്തില്ല? കൊടുത്തിരുന്നില്ല. ഇനി അങ്ങനെ ഈ 20% നികുതി ഈ പ്രഭുക്കന്മാർ പിരിച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? സർക്കാരിലേക്ക് സാധാരണക്കാരിൽ നിന്ന് പിരിച്ചിട്ടൊക്കെ അടച്ചിരുന്നു. അതിന് ഓംതേം എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് മധ്യവർഗവും സാധാരണക്കാരും അടങ്ങുന്ന മൂന്നാം എസ്റ്റേറ്റ്. ഇനി മധ്യവർഗത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മധ്യവർഗത്തിൽ ഡോക്ടർമാർ, വക്കീലന്മാർ, അധ്യാപകർ, വ്യാപാരികൾ, ഇങ്ങനെയുള്ള വിഭാഗമായിരുന്നു മധ്യവർഗം. സാധാരണക്കാരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കർഷകരുണ്ടായിരുന്നു, തൊഴിലാളികളുണ്ടായിരുന്നു. ഇതൊക്കെ ചേർന്നതാണ് സാധാരണ. അങ്ങനെ ഈ 3 എസ്റ്റേറ്റാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ 1770-കളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. അപ്പോൾ 1770 ആയപ്പോൾ എന്താണ്? ഫ്രാൻസിലെ കാർഷിക മേഖലയിൽ കടുത്ത പ്രതിസന്ധി. കാരണം കർഷകരുണ്ടാക്കുന്നത് മുഴുവൻ നികുതി കൊടുക്കാനേ കഴിയത്തുള്ളൂ. അവർക്ക് വേറൊരു മിച്ചമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഉൽപാദനത്തിലെ കുറവായിരുന്നു ഇതിന് കാരണം. അപ്പോൾ ഉൽപാദനം എന്ത് ചെയ്തു? വളരെ കുറഞ്ഞു. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. ഉൽപാദനം കുറഞ്ഞാൽ എന്ത് ചെയ്യും? സാധനങ്ങൾക്ക് വില കൂടും. അങ്ങനെ അവരുടെ ആഹാര സാധനങ്ങളാണ് ധാന്യങ്ങളും റൊട്ടിയും. ഈ ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. 1730-നും 1789-നും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. അപ്പോൾ വർധനവുണ്ടായത് ഏത് കാലത്താണ്? 1730-ഉം 1789 കാലഘട്ടമായപ്പോഴേക്കും ധാന്യങ്ങളുടെ വിലയിൽ എത്ര ശതമാനമാ? 60% വർധനവുണ്ടായി. 60% വില വർദ്ധിച്ചു. എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായിരുന്നു. അപ്പോൾ കൂലികൾ എന്താണ്? തൊഴിലാളികൾ ജോലി ചെയ്താൽ അവർക്ക് കൂലിയില്ല. വെറും 22% മാത്രം വർധനവാണ് അവർക്കുണ്ടായിരുന്നത്. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി. അപ്പോൾ തീറ്റപ്പുല്ല്, കന്നുകാലികൾക്ക് പുല്ല് കൊടുക്കണം. അപ്പോൾ അതിൽ കടുത്ത ക്ഷാമം ഉണ്ടായി. അത് എന്ത് ചെയ്തു? കാലിസമ്പത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി, വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ 1/3 ജനസംഖ്യയുടെ 1/3 ഭാഗം ആളുകളെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി സാരമായിട്ട് ബാധിച്ചു. ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു കച്ചവട കരാർ ഒപ്പുവെച്ചു. അങ്ങനെ ഈ കച്ചവട കരാർ ഒപ്പുവെച്ചപ്പോൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്ന് നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. ഈ കരാർ അനുസരിച്ച് തീരുവ ചുങ്കം വളരെ കുറച്ച്, അതായത് നികുതി ഇനത്തിൽ കുറവ് വരുത്തിയിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തു? ഒരുപാട് സാധനങ്ങൾ ഫ്രാൻസിലോട്ട് ഇറക്കുമതി ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ നിലവിലുള്ള, അതായത് നമ്മുടെ രാജ്യത്തുള്ള സാധനങ്ങൾക്ക് വില വളരെ കുറയും അല്ലേ? ആഭ്യന്തര വിപണിയിൽ കുറഞ്ഞ വിലയിൽ സാധനം വരുമ്പോൾ കരകൗശല തൊഴിലാളികളുടെയൊക്കെ നില വളരെ പരിതാപകരമാവും. അങ്ങനെ കരകൗശല തൊഴിലാളികളും മറ്റ് തൊഴിലുകാരും എന്ത് ചെയ്തു? ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആരെങ്കിലും സഹിക്കോ? അല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? കർഷക തൊഴിലാളികളും കരകൗശല തൊഴിലാളികളും ഒക്കെ കൈത്തൊഴിലുകാരും ഒക്കെ എന്ത് ചെയ്തു? ഭരണകൂടത്തിനെതിരായി തെരുവിലിറങ്ങി. ഫ്രാൻസിൻ്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്നും വൻതുകകൾ ലൂയി 16 വായ്പകളായി സ്വീകരിച്ചു. അപ്പോൾ ഈ സമയത്ത് ഭരണം നടത്തിയത് ആരാ? ലൂയി 16 ലൂയി 16 നമ്മൾ പറഞ്ഞല്ലോ, ഭരണത്തിൽ നേരിട്ട് ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ ഭാര്യയായ മേരി ആൻ്റോയിനറ്റാണ് എന്ത് ചെയ്തത്? ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെട്ടത്. അവർ ധൂർത്താളിയായിരുന്നു, പണമൊക്കെ ധാരാളം ചിലവഴിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ വൻ തുകകൾ ബാങ്കർമാരിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നു. ലൂയി 16 കടം വാങ്ങേണ്ടി വന്നു.
സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. അപ്പോൾ ഈ പണം കൊടുക്കുമ്പോൾ ചുമ്മാ കൊടുക്കോ ഇല്ല, അതിന് പകരമായിട്ട് സർക്കാർ എന്ത് ചെയ്തു, കയ്യിലിരുന്ന ബോണ്ടുകളൊക്കെ അവർക്ക് വായ്പയായിട്ട് നൽകി. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഖജനാവെല്ലാം കാലിയായി, ഖജനാവൊക്കെ കാലിയായി. ഇത് കണ്ട ബാങ്കർമാർ എന്ത് ചെയ്തു, വായ്പ നൽകാതെ വന്നു. ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു എന്താണ്, രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ പ്രഭുക്കന്മാരോ പുരോഹിതന്മാരോ എന്ന വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാവർക്കും നികുതി ഒരേപോലെ ആയിരിക്കണം. ആ നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരുടെ മധ്യവർഗത്തിൻ്റെ. ഈ ബാങ്കർമാരെന്ന് പറയുമ്പോൾ എന്താണ്, ബാങ്കർമാർ, ഡോക്ടർമാർ, ലോയർമാർ, ഇവരൊക്കെ മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇവരൊക്കെ എന്ത് ചെയ്തു, നികുതിയൊന്നും കടം കൊടുക്കാൻ തയ്യാറായില്ല. അപ്പം നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ ഫ്രഞ്ച് ഭരണത്തിൽ നികുതി കൊടുക്കേണ്ടാത്ത രണ്ട് വിഭാഗമേ ഉള്ളൂ, പ്രഭുക്കന്മാരും പുരോഹിതന്മാരും. ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം, നികുതി കൊടുക്കണം. ഇത് ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം എന്ത് ചെയ്തു, ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ തിരിയുന്നതിന് പ്രധാന കാരണമായി. ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ചിന്തകരുടെ സ്വാധീനം. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിന്തകന്മാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫ്രാൻസിലെ തത്വചിന്തകരായ എന്ത് ചെയ്തു, ആ തത്വചിന്തകർ എഴുതിയ ലേഖനങ്ങൾ, അവരുടെ ആശയങ്ങളൊക്കെ ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തി അനീതിക്കെതിരെ പ്രതികരിക്കാൻ അവർ ആരെ പ്രേരിപ്പിച്ചു, സാധാരണ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഇത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില ചിന്തകന്മാരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തെ ആളാണ് വോൾട്ടയർ. ഈ കാണുന്നതാണ് വോൾട്ടയർ. തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു വോൾട്ടയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, തത്വചിന്തകനായിരുന്നു, അദ്ദേഹം ചരിത്രകാരനായിരുന്നു, ആക്ഷേപഹാസ്യകാരനും കൂടിയായിരുന്നു. അപ്പോൾ മറിച്ച് ഒരു മനുഷ്യ സ്നേഹിയുമായിരുന്നു വോൾട്ടയർ. അദ്ദേഹം ഒരു ദൈവനിഷേധിയായിരുന്നില്ലെങ്കിലും തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതന്മാരെ നിരന്തരം വിമർശിച്ചു. അപ്പോൾ അദ്ദേഹം ദൈവനിഷേധിയൊന്നും ആയിരുന്നില്ല, പക്ഷേ തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ അദ്ദേഹം നിരന്തരം എന്ത് ചെയ്തു, വിമർശിച്ചിരുന്നു. തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എഴുതി തള്ളിയത് കാരണം എന്ത് ചെയ്തു, ഫ്രാൻസിലെ ഉയർന്ന വിഭാഗം ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, ഫ്രാൻസിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അതാണ് വോൾട്ടയർ. ഇനി അടുത്തൊരു ചിന്തകനാണ് റൂസോ. ഇദ്ദേഹമാണ് റൂസോ. അപ്പോൾ വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷണം എന്തൊക്കെയാണ്, വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു, രാഷ്ട്രമീമാംസകനായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി അഥവാ ദ സോഷ്യൽ കോൺട്രാക്റ്റ്. അപ്പോൾ റൂസോയുടെ പുസ്തകത്തിൻ്റെ പേരാണ് സോഷ്യൽ കോൺട്രാക്റ്റ്, ദ സോഷ്യൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സാമൂഹ്യ ഉടമ്പടി. അപ്പോൾ അതിൻ്റെ മലയാളമൊക്കെ നോക്കി വയ്ക്കുക. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സാമൂഹ്യ ഉടമ്പടി. ആ ഒരു പുസ്തകത്തിൻ്റെ പേര് സാമൂഹ്യ ഉടമ്പടി എന്ന് ചോദിക്കാം. അപ്പോൾ ഈ സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി എന്ത് ചെയ്തു, വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. അപ്പോൾ ഇത് പറഞ്ഞത് എന്താണ്, വ്യക്തിയും രാഷ്ട്രവും എങ്ങനെയായിരിക്കണമെന്നുള്ള ബന്ധത്തെ അദ്ദേഹം നിർവചിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്, ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. അപ്പോൾ ജനങ്ങളാണ് രാജാവിനെ എന്ത് ചെയ്തത്, സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ല രാജാവ് ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയല്ല. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരമാണ് രാജാവിനെ സൃഷ്ടിച്ചതെന്ന് ആരാ പറഞ്ഞത്, നമ്മുടെ റൂസോയാണ് പറഞ്ഞത്. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ഉത്തരവാദിത്തങ്ങൾ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാജാവിന് ജനങ്ങളോട് ചില കടമകൾ കൊണ്ട് അത് രാജാവ് എന്ത് ചെയ്തു, അത് ലംഘിച്ചു. അതുകൊണ്ട് രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ, നമ്മുടെ റൂസോയാണ്. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കൊട്ടേഷൻ എന്താ വന്നിരിക്കുന്നു, നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ആരാ, റൂസോയാണ്. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. അപ്പം നിലവിലുള്ള അധികാരഘടനയെ അദ്ദേഹം എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അപ്പോൾ റൂസോ എന്ന് പറയുന്നത് ആരാ, ഒരു പ്രകൃതിവാദി കൂടിയായിരുന്നു. പ്രകൃതിവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള
നാച്ചുറലിസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ആശയമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? റൂസോയ്ക്കുണ്ടായിരുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് ആരാ? റൂസോയാണ്. അപ്പോൾ റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. അപ്പോൾ അത് റൂസോയുടെ കൃതികളൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന് എന്താ? പ്രചോദനമായി തീർന്നു. ഇനി ഫ്രാൻസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തകനായിരുന്നു ആരാണ്? മോണ്ടസ്ക്യൂ. അപ്പോൾ മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. അപ്പോൾ മോണ്ടസ്ക്യൂ എന്താ ചെയ്തത്? ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചുകൊണ്ട് മുന്നേറിയ ഒരു തത്വചിന്തകനാണ് നമ്മുടെ മോണ്ടസ്ക്യൂ. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ ഭരണത്തെ മൂന്നായി തരംതിരിക്കാം. എന്തൊക്കെയായിട്ടാണ്? നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, അത് മോണ്ടസ്ക്യൂ ആണ്. ഇനി എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലാസ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ലാസ് അഥവാ നിയമത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും നോക്കി വയ്ക്കുക. മുമ്പേ ഉള്ള ടെസ്റ്റുകളിലൊക്കെ ദ സ്പിരിറ്റ് ഓഫ് ലാസ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ മലയാളം കൂടി കൊടുത്തിട്ടുണ്ട്, നിയമത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ലാസ് എന്ന ഗ്രന്ഥം ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെ ഭരണഘടനയും വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ആരുടെയാ? മോണ്ടസ്ക്യൂവിൻ്റെ ദ സ്പിരിറ്റ് ഓഫ് ലാ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന പുസ്തകം. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ചിന്തകനായ ആരാ? ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ ആശയങ്ങളും ആരെ സ്വാധീനിച്ചു? ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തൻ്റെ വിഖ്യാത കൃതിയായ ടു ട്രീറ്റീസസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥം ആരുടെയാ? ജോൺ ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ടു ട്രീറ്റീസസ്. 2 ട്രീറ്റീസസ് എന്ന് പറയുന്നത് ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ എന്താണ് ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ആരുടെ കൃതി? നമ്മുടെ ജോൺ ലോക്കിൻ്റെ കൃതി രാജാവിൻ്റെ ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധിപത്യത്തെയും നിരാകരിച്ചു. അപ്പോൾ രാജാവിൻ്റെ ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധിപത്യത്തെയും നിരാകരിച്ച ജോൺ ലോക്കിൻ്റെ കൃതിയാണ് ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ആരെ സ്വാധീനിച്ചു? ഈ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചു. ഇവരിൽ പ്രമുഖരായിരുന്നു ടർഗോ, നെക്കർ തുടങ്ങിയവർ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ഫിസിയോക്രാറ്റുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം ആരൊക്കെയാണ്? ടർഗോയും നെക്കറുമാണ്. നിക്കറൊന്നും അല്ല കേട്ടോ. നിക്കർ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കോഡായിട്ടൊക്കെ ഇത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച സാമ്പത്തിക വിദഗ്ധർ ആരൊക്കെ? ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധർ ആരൊക്കെയാ? അത് നമ്മുടെ നെക്കറും ടർഗോയുമാണ്. ലൂയി 16 ഉപദേഷ്ടാവായിരുന്ന ടർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. അപ്പോൾ ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ആര്? ഈ ടർഗോ. സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു നമ്മുടെ ടർഗോ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആരാവിഷ്കരിച്ചു? ടർഗോ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ഈ ഒരു മധ്യവർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ടർഗോയുടെ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അപ്പോൾ ഇവയിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? കൃഷി പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു.
ഈ പരിഷ്കരണങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. അപ്പോൾ ആരാണ് ഈ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന? ടർഗോയുടെയും നെക്കറിൻ്റെയും ഒക്കെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നമ്മുടെ ഫ്രാൻസിനെ എന്ത് ചെയ്തു? ഒരു പരിധിവരെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മാരി ആൻ്റോയിനറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടാർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി. പക്ഷേ ഇങ്ങനെയൊക്കെ അവർ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഭരണത്തലപ്പത്തിരിക്കുന്ന മാരി ആൻ്റോയിനറ്റ് എന്ത് ചെയ്തില്ല? ഈ സാമ്പത്തിക ചെലവ് ചുരുക്കാൻ തയ്യാറായില്ല. പക്ഷെ അതെന്തിന് കാരണമായി? ഈ ടർഗോയും രാജ്ഞിയുമായിട്ട് ശത്രുതയിലാകുന്നതിന് കാരണമായി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടു. അപ്പോൾ രാജ്ഞി പറഞ്ഞാൽ ആർക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂല. നമ്മുടെ ലൂയി 16 കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടർഗോ എന്ത് ചെയ്തു? രാജാവ് ടർഗോയെ പിരിച്ചുവിട്ടു. പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ ടർഗോയുടെ പരിഷ്കരണം തുടരുവാൻ എന്ത് ചെയ്തു? ശ്രമിച്ചു. പക്ഷേ ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു. അപ്പോൾ ടർഗോയ്ക്ക് ശേഷം അടുത്ത് വന്നത് ആരാണ്? നെക്കറാണ്. പക്ഷെ അദ്ദേഹവും എന്ത് ചെയ്തു? ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ ഈ ടർഗോ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ആരും തീരുമാനിച്ചു? നെക്കറും തീരുമാനിച്ചു. പക്ഷേ ദേശീയ സഭ ഇതിനെ എതിർത്തു. നാഷണൽ അസംബ്ലി, അതായത് ഭരണസമിതി ഇതിനെ എതിർക്കുകയും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധം മൂലം അദ്ദേഹവും എന്ത് ചെയ്തു? പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പം തുടർന്ന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റ് രാജാവിനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരുപാട് പേരെ കൊണ്ടുവന്നു. പക്ഷേ എന്ത് ചെയ്തു? സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതനായി. അപ്പോൾ പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തകിടം മറിഞ്ഞപ്പോൾ രാജാവ് ആരെ തിരിച്ചു വിളിച്ചു? നെക്കറെ തിരികെ വിളിക്കാൻ. ആര് നിർബന്ധിതനായി? രാജാവ് നിർബന്ധിതനായി. ഇനി ഇവിടെ സലോണുകളും കോഫി ഹൗസുകളും ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കിപ്പോകാം. എന്താണ് ഈ സലോണുകളും കോഫി ഹൗസുകളും? ഫ്രാൻസിൽ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം, സലോണുകൾ ആളുകൾ മുടിവെട്ടാനൊക്കെ ചെന്നിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ചർച്ചകൾ, കോഫി ഹൗസുകൾ, കോഫി കുടിക്കാൻ ചെന്നാലൊക്കെ അവിടെ എന്താ ചർച്ചകൾ? ഈ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായിട്ട് മാറി. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് സലൂണുകൾ സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ സമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ എന്ത് ചെയ്തു? അവരുടെ വീടുകളിൽ സലൂണുകൾ സംഘടിപ്പിച്ചു. ഈ സലൂണുകളിൽ ദാർശനികർ, എഴുത്തുകാർ, ചിന്തകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളെപ്പറ്റി ചർച്ചകൾ നടന്നു. അപ്പോൾ സലൂണുകൾ എന്തായിരുന്നു? സലൂണുകളിൽ വച്ചിട്ട് ഈ ഒരു ദാർശനികരുടെയും എഴുത്തുകാരുടെയും ചിന്തകരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഒക്കെ ആശയങ്ങൾ എന്ത് ചെയ്തു? ഇവർ ചർച്ച ചെയ്തു. ഈ ചർച്ചകൾ വിപ്ലവാശയങ്ങൾക്ക് പ്രചോദനം നൽകി. ഇങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വഴിതെളിച്ചത്. അതുപോലെ സാധാരണ പൗരർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്ന ജനപ്രിയ കേന്ദ്രങ്ങളായി കോഫി ഹൗസുകൾ മാറി. അപ്പോൾ സലൂണുകളും കോഫി ഹൗസുകളും എന്തായിട്ട് മാറി? ഇവരുടെ സ്ഥിരമായിട്ടുള്ള ചർച്ച നടത്തുന്ന കേന്ദ്രങ്ങളായിട്ട് മാറി. ഇവിടങ്ങളിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടു. അപ്പോൾ ഏകദേശം 1 മണിക്കൂറുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് ഇവിടെ നിന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു എന്നൊരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത 2ാമത്തെ പാർട്ടിൽ കാണാം. അപ്പോൾ അതുവരെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.